ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണം രൂക്ഷമാകുമ്പോഴും RRT സംഘത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ വനം വകുപ്പ്. കാട്ടാന പ്രതിരോധത്തിന് RRTയുടെ കയ്യിലുള്ളത് കാട്ടിൽ നിന്ന് വെട്ടിയ വടി മാത്രമാണ്. ആകെയുള്ളതാകട്ടെ ഒരു വാഹനം. ഉദ്യോഗസ്ഥർ പണം കടം വാങ്ങിയാണ് വാഹനം സർവീസ് ചെയ്യുന്നതും ഇന്ധനം നിറയ്ക്കുന്നതും. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാട്ടാനാക്രമണം രൂക്ഷമായ ചിന്നക്കനാലിൽ നിരവധി ആളുകളുടെ മനുഷ്യജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിലാണ് മന്ത്രി നേരിട്ടിടപെട്ട് പ്രത്യേക RRT സംഘത്തെ നിയോഗിച്ചത്. വാഹനവും മറ്റും എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയാണ് RRT സംഘത്തെ പ്രഖ്യാപിച്ചതെങ്കിലും വാഹനം എത്തിച്ച് ഒരു സംഘത്തെ നിയോഗിച്ചെന്നല്ലാതെ മറ്റൊരു സംവിധാനങ്ങളും ഇവർക്ക് നൽകിയിട്ടില്ല. മാത്രവുമല്ല, നിലവിൽ വാഹനത്തിന് ഇന്ധനം നിറയ്ക്കുന്നതിന് പോലും വകുപ്പിൽ പണം ലഭിക്കുന്നില്ലെന്നാണ് വിവരം. വാഹനത്തിന് ഇന്ധനം നിറച്ചതിനത്തിൽ കഴിഞ്ഞ മാർച്ച് വരെ 55,000 രൂപയാണ് കുടിശ്ശികയുള്ളത്. വാഹനത്തിന്റെ സർവീസ് നടത്തിയതിൽ 23,000-ഉം ടയർ മാറിയ ഇനത്തിൽ 35,000-ഉം നൽകാനുണ്ട്. ഈ തുകയാകെ ഉദ്യോഗസ്ഥർ കണ്ടെത്തേണ്ട അവസ്ഥയിലാണ്. ഇതുകൂടാതെ പടക്കവും മറ്റും വാങ്ങിയ ഇനത്തിൽ 10,000 രൂപയും സർക്കാർ നൽകാനുണ്ട്. കാട്ടാനയെ ഓടിക്കുന്നതിന് വേണ്ടിയുള്ള പടക്കങ്ങൾ പോലും നാട്ടുകാരും ചില സംഘടനകളുമാണ് എത്തിച്ചു നൽകുന്നത്. RRT സംഘത്തിലുള്ള വാച്ചർമാരുടെ കയ്യിലാകെയുള്ളത് ഇവർ കാട്ടിൽ നിന്നും വെട്ടിയെടുത്ത വടി മാത്രമാണ്. രാത്രികാലത്ത് ആനയെ നിരീക്ഷിക്കാൻ വെളിച്ചമോ ടോർച്ചോ ഹെഡ്ലൈറ്റുകളോ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ പേരിന് മാത്രം ഒരു RRT സംഘമാണ് നിലവിൽ ചിന്നക്കനാലിലുള്ളത്. RRT ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഇവർ യൂണിഫോം പോലും നൽകിയിട്ടില്ല. വനംവകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച RRTയിൽ ആകെയുള്ളത് ഉദ്യോഗസ്ഥർ കയ്യിൽ നിന്നും പണം മുടക്കി ഓടിക്കുന്ന ഒരു വാഹനം മാത്രം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.